ശരഈയായ ഹിജാബിന്റെ ഹദീസ് കിട്ടിയാലും നമ്മൾ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് മടിയാണ്. വേണ്ട, അപ്പൊ റുഖിയ ശരഈയ അധികമൊന്നും പറയണ്ടല്ലോ. റുഖിയ ശരഈയ ഇപ്പോ നമുക്ക് നടപ്പിലാക്കാൻ എത്ര ആൾക്ക് ധൈര്യമുണ്ട്? അത് ശരിയാണ്, ശരഈയായ മന്ത്രങ്ങൾ ശരിയാണ്. നമ്മളൊരു വീട്ടിൽ വെച്ചിട്ട് ഒരാൾക്ക് ജിന്നുബാധ ഉണ്ടായി, നമുക്ക് അവിടുന്ന് ഓതാൻ പേടി. അവിടെ ഒരു മടവൂരുണ്ട്, ഓനെ പ്രചരിപ്പിച്ചാളും. അവിടെ കോക്കസേരുണ്ട്, ഓൻ പ്രചരിപ്പിച്ചാളും. അവിടെ ഓതണ്ട, അവിടെ കട്ടെ. പള്ളിയിൽ ചോദിയാൽ കണ്ടോ പുളിക്കല പള്ളിയിൽ ജിന്നിറക്കി എന്ന് മറ്റോൻ പ്രസംഗിക്കും കോക്കസേരം, അവ പേടി. പുളിക്കല മദ്രസയിൽ ജിന്നിറക്കി. എന്നിട്ട് പിന്നെ പച്ച നുണ ഇവിടെ പുളിക്കലിനെ പറ്റിയൊക്കെയല്ലേ വലിയ ദണ്ടെടുത്ത് അടിച്ചൊന്ന് പച്ച നുണ ഇവിടുത്തെ മടവൂരി പറഞ്ഞു വരുത്തി. എന്നിട്ട് ഇവിടെ കോക്കസേര ഏറ്റുപാടി ഇവിടെ ഒരു ബാരിയർ മടവൂരിയാണ്. പച്ച നുണന് പറഞ്ഞത്. അപ്പൊ നമുക്ക് പേടിയാണ്, ഇവരെന്തെങ്കിലും നുണ പ്രചരിപ്പിച്ചാളോ എന്നുള്ള പേടിക്ക് റുഖിയ ശരഈയ പള്ളിയിൽ വെച്ചും മദ്രസയിൽ വെച്ചൊക്കെ നടത്താൻ നമുക്ക് പേടിയാണ്. ഇനി എവിടെ വെച്ചാൽ നടത്താം? ആകാശത്ത് വെച്ചിട്ടോ? പള്ളിയിൽ എത്തിയാൽ പള്ളിയിൽ ജിന്നിറക്കിയോ എന്ന് പറയും, മദ്രസയിൽ ജിന്നിറക്കിയോ. പിന്നെ ജിന്നിനെ ഇവിടുന്ന് ഇറക്കണ്ടേ? ജിന്ന് കയറുന്നിപ്പോ നമ്മൾ സമ്മതിച്ച്, അതുകൊണ്ട് രോഗം ഉണ്ടാവുന്നു സമ്മതിച്ച്, അത് ഇറങ്ങിപ്പോയാൽ ഞാൻ ഇറക്കണമെന്നും സമ്മതിച്ച്. പക്ഷെ എവിടെ ചേർത്താൻ പാടില്ല. ഇങ്ങനെയുണ്ടൊരു കുടുക്ക്. അപ്പൊ ഞമ്മക്കങ്ങിട്ട് ഉൾക്കൊള്ളായിക. എന്നിട്ട് ഞാൻ പറഞ്ഞെന്ത്, ഒരു പള്ളിയിൽ റുഖിയ നടത്തുന്ന ഒരു ഇമാമാണെങ്കിൽ അയാൾ ആ പള്ളിന്റെ ഒരു ചെരുവ് അതിനായിട്ട് മാറ്റിവെച്ച്, കാരണം ചിലപ്പോൾ റുഖിയ നടത്തുമ്പോൾ മൂത്രമൊഴിച്ചു തരും, കാഷ്ടിച്ചു തരും, ഛർദ്ദിച്ചു തരും. അപ്പൊ അതൊരു കേന്ദ്രമായിട്ട് ആരും പേജാറാകണ്ട. അതൊരു ക്ലിനിക്കല്ല. റുഖിയ നടത്തുന്ന ഒരു വ്യക്തി, അയാൾ റുഖിയ നടത്തുന്ന ആളെങ്കിൽ അയാൾ വീടിന്റെ ഒരു ചെരുവ്, അയാളൊരു ഡോക്ടറെ അടുത്ത് പരിശോധിക്കാൻ ചെന്ന കൺസൾട്ടിംഗ് റൂം വേറെ തന്നെയാണ്. പുറത്തു കൂടി ചെറിയ ഇവിടെ അല്ല, അപ്പുറത്താ പരിശോധന അറിയും അല്ലേ? അയാൾ ബെഡ്റൂമിൽ കൊണ്ടിട്ടാ പരിശോധിക്കല് അല്ലല്ലോ. അതുപോലെ റുഖിയ നടത്തുന്ന ഒരാൾ ഒരു റൂം അയാള് വീട്ടിൽ മാറ്റി വെച്ചാൽ അത് കേന്ദ്രം എന്നുള്ള മറ്റൊരു ബേജാറൊക്കെ നമ്മൾ ബേജാറാകേണ്ട ആവശ്യമില്ല. പിന്നെ എവിടെയെങ്കിലും വെച്ചു നടത്തണ്ടേ? അപ്പൊ അത് കണ്ടോ സക്കരിയ സലാഹി എല്ലാ പള്ളിയിലും ജിന്ന് കേന്ദ്രം തുടങ്ങണമെന്നാണ് പറയുന്നത് എന്നിട്ട് കള്ളപ്രചരണം. കള്ളപ്രചരണത്തിൽ ആരും മോശക്കാരൊന്നല്ല. പല ആളുകളും എന്തെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ മതി, അപ്പൊ അയാളെ പറ്റി കള്ളപ്രചരണം നടത്തുക. ഇതാണ് തനിച്ച ഹസ്ബിയത്ത് എന്ന് പറഞ്ഞത്, കക്ഷിത്വം എന്ന് പറഞ്ഞ ഇതാ. മനസ്സിലായില്ലേ? എന്താ പറഞ്ഞത് പഠിക്കുന്നില്ല, എന്താ പറഞ്ഞത് ശ്രദ്ധിക്കുന്നില്ല, കള്ളപ്രചരണം തുടങ്ങിയല്ലേ. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ശർഈയായ റുഖിയ ഹദീസിൽ വന്നതാണെന്ന് അഭിമാനത്തോടെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ നമ്മൾ ആരെയും പേടിക്കേണ്ടതില്ല. നമ്മൾ അഹ്ലുൽ ഹദീസാണ്, ഹദീസ് കൊണ്ട് അമൽ ചെയ്യേണ്ടവരാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ശർഈ ഒരുപാട് വിഷയമുണ്ട്. പല വിഷയങ്ങളും നമുക്ക് അമലിൽ കൊണ്ടുവരാൻ മടിയുണ്ട്. മടി ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? നമുക്ക് വേണ്ടതുപോലെ അത് ഉൾക്കൊള്ളാനായിട്ടില്ല എന്നാണ്. അടുത്ത വിഷയം തഹർജിൽ അമൽ ബിസ്സുന്നത്തി ഫീ ലിബാസിഹിം വമുഅ്തഖദാതിഹിം വഇബാദാതിഹിം. വേഷങ്ങളിലും വിശ്വാസങ്ങളിലും ആരാധനാ കർമ്മങ്ങളിലുമൊക്കെ സുന്നത്ത് കൊണ്ട് അമൽ ചെയ്യുന്നതിന് മുൻതൂക്കം കൽപ്പിക്കണം. എല്ലാ ജീവിത രംഗങ്ങളിലും സുന്നത്ത് മുറുകെ പിടിക്കണം. അവരാണ് അഹ്ലുസുന്ന. ഡോക്ടറാകട്ടെ, എഞ്ചിനീയർ ആകട്ടെ, കർഷകനാകട്ടെ, കച്ചവടക്കാരനാകട്ടെ, സർക്കാർ ഉദ്യോഗസ്ഥനാകട്ടെ, പണ്ഡിതനാകട്ടെ, ആരാകട്ടെ, അവന്റെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അവിടെ നിൽക്കണം. അത് ജീവിതത്തിൽ പകർത്തുന്നതിൽ ഒരിക്കലും നമ്മൾ മറ്റുള്ളവൻ കാണൂല, ഇപ്പം കാണൂല എന്ന് ആ ജാതി ഒരു ചിന്ത നമുക്ക് ഉണ്ടാകാൻ പാടില്ല. പൊതുവെ ഇന്ന് നമ്മുടെ ഒരു മതേതര സമൂഹത്തിലാണല്ലോ ജീവിക്കുന്നത്. വിവിധ മതക്കാരും വിവിധ ചിന്താഗതിക്കാരുണ്ട്. അപ്പൊ എല്ലാവരും ആശയപരമായ വ്യതിരിക്തതകൾ മറന്ന് ലയിച്ചൊന്നാകാനുള്ള, അതാണ് എല്ലാവർക്കും ഇഷ്ടം. ഒരു ആശയത്തിലും ഒരു കടുംപിടുത്തം പെടുന്നത് പാടില്ല. മൂപ്പർ നല്ലൊരു മനുഷ്യനാണ്, മൂപ്പർക്ക് അങ്ങനെ ഒന്നിനൊരു വാശിയില്ല. അമ്പലത്തിന് പിരിവെന്ന അതിനും തരും, സർക്കസിന് പിരിവെന്ന അതിനും തരും, നേർച്ചയ്ക്ക് എന്ന അതിനും തരും, വയലിന് നമ്മൾ മുജാഹിദിന്റെ വയലാറിന് അതിനും തരും, ഫുട്ബോളിന് എന്ന അതിനും തരും. നല്ലൊരു മനുഷ്യൻ.